വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഭാമയാണെങ്കിൽ ആ മാല എടുത്തിട്ട് ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ചതാണ് എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ പിള്ളയും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എങ്ങനെയുണ്ട് രാഘവേട്ട, ഇവൾക്ക് നന്നായിട്ട് ചേരുന്നില്ലേ എന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ സെലക്ഷൻ അല്ലേ, മരുമകൾക്ക് വേണ്ടി മനസ്സിനിണങ്ങി വാങ്ങിച്ചതല്ലേ, ഒട്ടും മോശമാവാൻ വഴിയില്ല എന്ന് പറയുകയാണ്. അന്നേരം മാല ഇട്ട് കൊടുത്തതിന് ശേഷവും ശാലിനിയുടെ നെറ്റിയിലേക്ക് ഭാമ ചേർത്ത് പിടിച്ച് നന്നായി വരുമെന്നും പറഞ്ഞ് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷവും ശാലിനി പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാ അനുഗ്രഹം, കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് മുത്തമൊക്കെ കൊടുക്കുകയാണ്. അത് കണ്ട് പിള്ളയ്ക്കും രാഘവൻ നായർക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ ശ്യാമ അപ്പുറത്ത് നിൽക്കുകയാണ്. എൻ്റെ കൊച്ചിനെ കരയിപ്പിച്ച മാലയല്ലേ, അത് അധിക കാലം ഇട്ടുകൊണ്ട് നടക്കില്ല, ഇടാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമ അവിടെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ശാലിനി ആണെങ്കിൽ ആകെ സന്തോഷത്തിലുമാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ ഒരു മലയോര പ്രദേശമാണ്, ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കമല ഫോൺ ചെയ്യുമ്പോൾ വിഷ്ണു വണ്ടി നിർത്തി ഫോൺ എടുക്കുകയാണ്. അന്നേരം ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ പോലെയും ചോദിക്കുകയാണ്. അന്നേരം എന്താ തിരക്കിലാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ മേൽപ്പാലത്തിന് മുകളിലാണ്, ഇവിടെ ഒരു പാർട്ടിക്ക് പൈസ വേണം, അപ്പോൾ ഈടായിട്ട് വസ്തുവാണ്, ഞാൻ നോക്കാൻ വന്നതാണ്, ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അന്നേരം എന്നിട്ട് വിഷ്ണു മുന്നോട്ട് വണ്ടി എടുത്ത് പോകുമ്പോൾ പിന്നാലെ രണ്ട് സൈഡിൽ നിന്നായിട്ട് വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവരിങ്ങനെ വിഷ്ണുവിനെ നോക്കിയിട്ട് ചന്ദ്രബോസിന് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഇവൻ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്, ആ മേൽപ്പാലത്തിന് മുന്നേ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ പോലീസുകാരാണെന്ന് നിങ്ങളുടെ ഇടി അവൻ്റെ നെഞ്ചാങ്കോട്ടിൽ എത്തിയതിന് ശേഷമേ അവൻ അറിയാൻ പാടുള്ളൂ, ഇതെനിക്ക് ഒറ്റയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വിഷ്ണു അല്പം കൂടി എന്നെ പത്തി താത്തിയിടാനായിട്ട് ആൾ അല്പം കൂടിയാലും കുഴപ്പമില്ല, അത് അവസാന ഘട്ടം എത്തുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് തെറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഫോൺ വയ്ക്കുകയാണ്. എന്നിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ മനക്കോട്ട കിട്ടുന്നുണ്ട്, അവൻ ഇന്ന് ഭിത്തിയിൽ പടമാകും എന്നൊക്കെ പറഞ്ഞിട്ട്. തുടർന്ന് രണ്ടുപേരും കൂടി വിഷ്ണുവിൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. തുടർന്ന് ഇവരിങ്ങനെ പിന്നാലെ കൂടുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാവുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് സ്കെച്ച് ഇട്ടതാണെന്ന് മനസ്സിലായി, കൊട്ടേഷൻ ആരുടേതാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ മുൻപേ കിട്ടിയ കൊട്ടേഷനാണ്, സമയം സ്ഥലമൊക്കെ ഒത്തു കിട്ടിയത് ഇപ്പോഴാണെന്ന് പറയുമ്പോൾ ഞാനും കുറേ നാളായിട്ട് നോക്കി നടക്കുകയായിരുന്നു, കൈയും കാലമൊക്കെ അനക്കിയിട്ട് കുറേ നാളായി, അല്ല നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിൻ്റെ കൈയും കാലം തല്ലി ഒടിക്കാൻ നമ്മൾ രണ്ടുപേരും മതി എന്ന് പറയുമ്പോൾ അല്ല, ഇങ്ങനെയുള്ള സീനുകളിൽ സാധാരണ മൂന്നാമതൊരാൾ കാണുമല്ലോ എന്നിങ്ങനെ വിഷ്ണു വളരെ കൂളായിട്ട് തമാശയായിട്ട് ചിരിച്ച് സംസാരിക്കുകയാണ്. തുടർന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവരിങ്ങനെ നേരെയായിട്ട് പോവുകയാണ് മൂന്നുപേരും കൂടി, വിഷ്ണുവും മറ്റ് രണ്ടുപേരും കൂടി. തുടർന്ന് ചെല്ലുമ്പോൾ റോഡിലാണെങ്കിൽ ഒരാളിങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതേ സിനിമയിലെ കാണുന്നവരെ മൂന്നാമൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നുണ്ട്. തുടർന്ന് അല്ല പോലീസുകാരാണെന്നുള്ളത് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, പിന്നെ ആരുടെ കൊട്ടേഷനാണെന്നും ചോദിക്കുന്നില്ല, ACP റാങ്ക് മുതൽ തല്ലിയാണ് എനിക്ക് ശീലം, നിങ്ങളുടെ റാങ്ക് അന്ന് ഞാൻ നോക്കുന്നില്ല, ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുകയാണ്. മൂന്നാമത്തെ ആളിനെയും കൂടെ വിളിക്കുന്നുണ്ട്, ഇതാണ് നല്ല സ്ഥലം, പിന്നെ അപ്പുറത്ത് റബ്ബറും കാടാണ്, വലിയ സുഖമൊന്നും കാണൂല, നമുക്ക് അടി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആദ്യം ഒരുത്തനെ അടിക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും തമ്മിൽ നല്ലതായിട്ട് അടി നടക്കുന്നുണ്ട്. അന്നേരം മൂന്നാമനും ഇടപെടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി നടക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇവരെ നല്ലോണം തല്ലുന്നുണ്ട്, ഇവർക്ക് എണീക്കാൻ പറ്റാത്ത വിധം വരെ അടിച്ച് കടത്തുകയാണ്. ഈ സമയത്ത് ചന്ദ്രബോസ് വരുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് പിന്നിൽ നിന്ന് വിഷ്ണുവിൻ്റെ തലയ്ക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലായിട്ട് അടിക്കുന്നുണ്ട്. ആ ഒരു ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയിൽ വിഷ്ണുവിന് ഇങ്ങനെ തലയൊക്കെ കറങ്ങുകയാണ്. നോക്കുമ്പോൾ ചന്ദ്രബോസിനെ കാണുന്നുണ്ട്. വിഷ്ണു പെട്ടെന്ന് അടി അങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട് 10 ആൾക്ക് തിന്നാനുള്ള ഇറച്ചി ഇപ്പോഴും ശരീരത്തുണ്ടല്ലോടാ, പിന്നീന്ന് തല്ലുന്നോടാ എന്നും പറഞ്ഞ് വിഷ്ണു ഓങ്ങുകയാണ്. അന്നേരം പിന്നെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രബോസ്. പക്ഷേ അതിനുശേഷം വിഷ്ണു അടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ഒന്നുകൂടി ഇയാൾ ആ കമ്പൗണ്ട് ചന്ദ്രബോസ് അടിക്കുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ തല ഇറങ്ങുന്നുണ്ട്. പക്ഷേ വിഷ്ണു ചെറുത്ത് നിൽക്കുന്നുണ്ട്, വിഷ്ണു തലയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചന്ദ്രബോസിനെ അടിച്ച് താഴെ ഇട്ടിട്ട് നിന്നെ പോലുള്ള 10 ആൾ വന്നാലും നേടാനുള്ള ശക്തി വിഷ്ണുവിനുണ്ട്, വാടാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു വാശിക്ക് വിളിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തല്ല് കിടക്കുകയാണ്. അന്നേരം അതിൽ നേരത്തെ ഒരാളൊക്കെ എണീച്ചെന്ന് വീണ്ടും വിഷ്ണുവിനെ തല്ലാനൊക്കെ വരുന്നുണ്ട്, അവന്മാരെയൊക്കെ അടിച്ച് വിഷ്ണു അവിടെ ഇടുന്നുണ്ട്. അവസാനം ചന്ദ്രബോസിൻ്റെ പക്ഷേ വിഷ്ണുവിനും അടി കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ വിഷ്ണു അവസാനം ശരിക്ക് കൊടുത്ത് ചന്ദ്രബോസിനെ ഈ രണ്ട് ചെവിയും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചങ്ങോട്ട് ഇടിക്കുകയാണ്. കൈവച്ച് ഇങ്ങനെ അടിക്കുമ്പോൾ ചന്ദ്രബോസ് അതിലങ്ങോട്ട് വീണ് പെരുത്തങ്ങോട്ട് വീഴുകയാണ്. തുടർന്ന് വിഷ്ണു ആ കമ്പെടുത്തിട്ട് പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയതുപോലെ എനിക്ക് തല്ലാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തല്ലുകൊണ്ട് കിടന്ന 3 പേര് എണീച്ച് ഓടുന്നുണ്ട്. എന്നിട്ട് ഡാ എന്നൊക്കെ വിഷ്ണു വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്,
പിന്നെ പിന്നെ ആൾബലം അല്ല, നിന്നെ പോലും രക്ഷിക്കാതെ അവന്മാർ ഓടിയത് വേണ്ടേ, ചങ്കുറപ്പുള്ള ആണുങ്ങളെയാണ് കൂടെ വേണ്ടത്, ഏതവസരത്തിലും കൂടെ നിൽക്കുമെന്നുള്ള, അല്ലാതെ ഇങ്ങനെ പേടിച്ചോടികളല്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുന്നുണ്ട്. പെരുപ്പ് കഴിയുമ്പോൾ എണീച്ച് പൊയ്ക്കോ, ഞാൻ നിനക്ക് തരുന്ന ബാക്കി ജീവിതം എൻ്റെ ശിക്ഷയാണ്. ഇനി നീ പോലീസ് തൊപ്പി തലയിൽ വെച്ചിട്ട് എൻ്റെ മേലെ വരുമ്പോഴും ഇത് ആലോചിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് വിഷ്ണുവിനെ അടിക്കാനായിട്ട്. പക്ഷേ വിഷ്ണു വീണ്ടും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ചന്ദ്രബോസിന് എണീക്കാൻ പറ്റാതെ കിടക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് എണീച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ നടക്കുകയാണ്, ആടി വിലഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വിഷ്ണു കടന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയാണ് കാണിക്കുന്നത്. തുടർന്ന് രാത്രിയാണെങ്കിൽ ശാരദാമ്മ അവിടെ കുടുംബശ്രീ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വസ്ഥതയും സമാധാനവും ഒന്നും തരുന്നില്ലല്ലോ, അതിനുവേണ്ടി നമ്മൾ എന്ത് കുറ്റമാണ് ചെയ്തത്, പ്രാർത്ഥിച്ചിട്ടല്ലേ ഉള്ളൂ, എല്ലാവർക്കും നന്മ വരണമെന്നല്ലേ ആഗ്രഹിച്ചിട്ടൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതിയും പരിഭവം ഒക്കെ പറയുകയാണ്. ഈ സമയത്ത് വേലായുധൻ അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം ഇവിടെ ആരും ഇല്ലേ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ജനലിൽ കൂടെ ഒന്ന് നോക്കുമ്പോൾ വാതിൽ തുറക്കണം, ഇങ്ങനെ അപ്പുറം ഇപ്പുറം നിന്ന് പറയേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനെ വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പോയി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ഞാനുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെന്നറിയാമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഗോപാലേട്ടൻ ഉള്ളപ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണനെ കാണാനല്ല, ഗോപാലകൃഷ്ണൻ്റെ വീട്ടുകാരത്തിയെ കാണാനാണ് വന്നത്. കായ്ഫലമുള്ള വൃക്ഷത്തിലേക്ക് എന്നെ എറിയണമല്ലോ, എങ്കിലല്ലേ ഫലം കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും വളച്ച് കിട്ടുന്നില്ല, ഒരു തുക എൻ്റെ കയ്യിൽ അങ്ങോട്ട് കിട്ടണം, അതാണ് എന്ന് പറയാം. അപ്പം തുക എന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷേ ചെറുതാണെന്നുണ്ട്. 10 ലക്ഷം എന്ന് പറയുമ്പോൾ ശാരദാമ്മ ആകെ അന്തം വിടുകയാണ്. അന്നേരം ഇത് തന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തില്ല. ഭർത്താവ് ജയിലിലേക്ക് പോകണം, എന്തായാലും ഭാര്യയ്ക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നെ കാര്യത്തിലേക്ക് വരാം. എനിക്കാണെങ്കിൽ ഒരു മോളാണുള്ളത്, നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്, അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം അവൾക്ക് ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ആ ഒരു കല്യാണം അതങ്ങോട്ട് നടത്തി കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ട ഒരു കൊച്ചിൻ്റെ കല്യാണം നടത്തി എന്നുള്ളതാവും, നിങ്ങൾക്ക് വെറുതെ കാശ് തന്നൊന്നും വേണ്ട എന്ന് പറയുകയാണ്. എന്നിട്ടും പിന്നെ വേലായുധൻ അങ്ങോട്ട് പുക വലിക്കുന്നുണ്ട്, തീരുന്നു, വീണ്ടും വലിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതൊക്കെ ശാരദാമ്മയ്ക്ക് ഇങ്ങനെ അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അവസാനം ഈ തുക തരാൻ ഭാവമില്ലെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ കയറി വരുന്നുണ്ട്. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം ഞാൻ എല്ലാവരോടും ഇങ്ങോട്ട് വിളിച്ചു പറയും, നടന്നതൊക്കെ വിളിച്ചു പറയും എന്ന് പറയുകയാണ്. അന്നേരം നീ ആരോടാ വിളിച്ചു പറയാൻ പോകണം, ഇവളോടാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ പോലീസിനോടാണെങ്കിൽ നീയും കുടുങ്ങും വേലായുധ എന്ന് പറയുകയാണ്, നിന്നെ ഞാൻ പെടുത്തുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പെടാനായിട്ട് തന്നെ നിൽക്കുകയാണ്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എൻ്റെ മകളുടെ ജീവിതം അത് നടന്നോളും, പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. IAS കാരിയ കളക്ടർ, മകളുടെ ജീവിതം, പിന്നെ മകൾക്ക് നാട്ടിൽ തലയുയർത്തി നോക്കാനായിട്ട് സാധിക്കുമോ, ബാക്കി മക്കളുടെ ജീവിതം, പിന്നെ കുടുംബശ്രീ ശാരദ, പിന്നെ കൊലയാളി സ്ത്രീ ശാരദ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, എനിക്കുള്ളത് കിട്ടണം, പിന്നെ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം, കൂടുതൽ ആലോചിച്ച് എന്നെ വിഷമത്തിലാക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നസീറിൻ്റെ വാപ്പ അബൂബക്കറിൻ്റെ അടുത്തേക്ക് പോകും, അയാളാണെങ്കിൽ അയാൾക്ക് ഞാൻ ഒരു മാർഗം തന്നെയാണ്, അയാൾ എൻ്റെ ആവശ്യം നടത്തി തരികയും ചെയ്യും, നിങ്ങൾ പെടുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് വേലായുധ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ശാരദാമ്മയ്ക്കും ഗോപാലകൃഷ്ണനും ഒരു അക്ഷരം മിണ്ടാനായിട്ട് കഴിയുന്നില്ല. അന്നേരം ഗോപാലേട്ടൻ നമ്മൾ എന്ത് ചെയ്യും, അയാൾ വേലായുധൻ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ എനിക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം താ ശാരദ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുന്നുണ്ട്. ശാരദാമ്മ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. വസ്തു പണയം വെച്ച് വേലായുധന് പൈസ കൊടുക്കാമെന്നുള്ളത്. അതിൻ്റെ ആവശ്യത്തിന് ബാങ്കിലേക്ക് പോകുമ്പോഴാണ് വിഷ്ണുവിനെ കാണുന്നതും നാളത്തെ മഹാ എപ്പിസോഡിൽ വിഷ്ണുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതൊക്കെ. അപ്പോൾ ഇനി വിഷ്ണു ഇതിനായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ശ്യാമ ഇനി ശാലിനിയെ ദ്രോഹിക്കാനായിട്ട് എന്തൊക്കെ കുറുക്ക് വഴികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതൊക്കെ, പിന്നെ രോഹിത്തിൻ്റെ ജോലി കാര്യം, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.